മലയാള സിനിമയുടെ മെഗാസ്റ്റാർ ശ്രീ മമ്മൂട്ടി അദ്ദേഹത്തിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടൊരു സിനിമ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട്, ടർബോ. ഈ സിനിമയെക്കുറിച്ച് കൂടുതലായിട്ട് പറയുകയാണെങ്കിൽ സിനിമ തികച്ചും ഒരു ആവറേജ് മൂവിയായിട്ട് മാത്രമാണ് എനിക്ക് തോന്നിയത്. ചിലപ്പോൾ എൻ്റെ മാത്രം തോന്നലായിരിക്കാം. യൂട്യൂബിലും മറ്റും ഒരുപാട് ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് റിവ്യൂകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സിനിമ കാശിന് പോലും കൊള്ളത്തില്ല, സാധാരണ ഒരു ഇടി സിനിമ, ആ ഒരു രീതിയിൽ മാത്രമാണ്. ഈ സിനിമയുടെ ഏറ്റവും കൂടുതൽ വ്യത്യസ്തമായിട്ട് കാണുന്നത് വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടറിൻ്റെ മേക്കിങ്ങിലൂടെ വിസ്മയം തീർത്തുകൊണ്ടാണ് ടർബോ മുമ്പോട്ട് പോകുന്നത് എന്നും ചില വ്യക്തികൾ പറയുന്നുണ്ട്. സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് തികച്ചും ഫാമിലി ആയിട്ടൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു അടി സിനിമയായിട്ട് നമുക്കിത് കൂട്ടാവുന്നതാണ്. ആക്ഷൻ സിനിമകൾ ഒരുപാട് നമുക്ക് സമ്മാനിച്ച ഒരു റൈറ്ററാണ് മിഥുൻ മാനുവൽ തോമസ്. അദ്ദേഹം തന്നെ റൈറ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് ദ ടർബോ സിനിമ. ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ആക്ഷനുകളാലും നല്ല രീതിയിലുള്ള പഞ്ചുകളാലും വെറൈറ്റി ട്രെൻഡുകളാലും നമ്മളെ വിസ്മയിപ്പിക്കുന്ന വേറൊരു മമ്മൂട്ടി സിനിമ എന്ന് തന്നെ പറയാം. ഒരിക്കലും നമ്മൾ 130 രൂപ കൊടുത്ത് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്കത് നഷ്ടമാവത്തില്ല എന്നുള്ളൊരു ഗ്യാരണ്ടി മാത്രം ഞാനിവിടെ തരാം. അത് ഈ സിനിമയുടെ നെഗറ്റീവ് റോൾ ചെയ്യുന്ന വ്യത്യസ്തമായ ഒരു അഭിനേതാവുണ്ട്. അദ്ദേഹം ഒരു സിനിമയ്ക്ക് ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ സിനിമയ്ക്ക് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡേറ്റ് കൊടുക്കൂ. അങ്ങനെ ഒരു മാസ് പരിവ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് രാജ് ബി ഷെട്ടി. മെഗാസ്റ്റാർ മമ്മൂട്ടി അദ്ദേഹത്തിനേക്കാളും ഒരു പിടി മുകളിൽ നിൽക്കുന്ന തീം മ്യൂസിക്കുകളാണ് ഇതിലെ വില്ലന് ഈ സിനിമയിൽ സമ്മാനിച്ചിട്ടുള്ളത്. ഈ സിനിമ നിങ്ങൾ ഇതുവരെയും തിയേറ്ററിൽ പോയി കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ വൺ ടൈം വാച്ചബിളായിട്ട് നമ്മുടെ ഫാമിലിയും ഒത്ത് സന്തോഷിച്ച് നല്ല രീതിയിൽ കാണാവുന്ന നല്ലൊരു സിനിമ തന്നെയാണ് ടർബോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഗുഡ് ബൈ.